മുണ്ടക്കൈക്കായി ഒരു പൂപ്പാടം സെൽഫി ചലഞ്ച്. ബീനാച്ചി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 50 സെന്റ് സ്ഥലത്താണ് ചെണ്ടുമല്ലിയും സൂര്യകാന്തിയും കൃഷി ചെയ്തിരിക്കുന്നത്. പൂക്കൾ കാണാനും സെൽഫി എടുക്കാനും 20 രൂപ നൽകണം. ഈ തുക മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ സഹായിക്കാൻ ഉപയോഗിക്കും. നാട്ടുകാർ കൂടി കാണാനും അവർക്ക് സെൽഫി എടുക്കാനും ഈ സെൽഫി എടുക്കുന്ന ഒരു ചാലഞ്ചായിട്ട് വെച്ചുകൊണ്ട് അതിൽ നിന്ന് ലഭിക്കുന്ന പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ വർഷം ഒരു 60 സെന്റോളം പൂക്കൃഷി നടത്തി. പുറമേ നിന്നുള്ള ഒരുപാട് ആളുകളും ഈ നാട്ടുകാരും മറ്റ് പ്രദേശത്ത് നിന്ന് വരുന്ന ടൂറിസ്റ്റുകളും എല്ലാം വന്ന് ഇത് കാണുന്നുണ്ട്. സ്കൂളിലെ മാതൃഭൂമി സീഡ് ക്ലബ്ബാണ് പൂക്കൃഷിക്കും സെൽഫി ചലഞ്ചിനും നേതൃത്വം നൽകുന്നത്. നഗരപരിധിയിൽ ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന സ്കൂളായതിനാൽ ധാരാളം ആളുകൾ ഫോട്ടോ എടുക്കാൻ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പദ്ധതി വിജയിക്കുമെന്നാണ് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പ്രതീക്ഷ. മാതൃഭൂമി ന്യൂസ്, വയനാട്. കമലുണ്ട് വയനാട്ടിൽ നിന്നും. കമലേട്ട, നമുക്കറിയാം വയനാട്ടിലേക്ക് എങ്ങനെയൊക്കെയാണ് ആളുകൾ പരമാവധി തങ്ങളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യുന്നതെന്നറിയാം. അതിനിടയിലാണ് അവിടുത്തെ മിടുക്കർ മാതൃഭൂമി സീഡ് ക്ലബിനെ കുറിച്ചുകൂടി ഒന്ന് പ്രേക്ഷകരോട് പറയാം. കാരണം ഒരുപാട് സ്കൂളുകളിൽ സീഡ് ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൻ്റെ, ശുചിത്വ ബോധം നിലനിർത്തുന്നതിൻ്റെ, അങ്ങനെ പല വിധത്തിൽ കുട്ടികളിൽ നമുക്ക് എത്രയേറെ നല്ല ആശയങ്ങൾ അവരിൽ തന്നെ വളർത്തിയെടുക്കാൻ കഴിയുന്നു. അവരിലൂടെ അത് മുതിർന്നവരിലേക്ക് എത്തിക്കാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും മഹത്തായ ഒരു മാതൃകയാണ് സീഡ് ക്ലബ്ബ്. അപ്പോൾ ആ സീഡ് ക്ലബ്ബിലെ മിടുക്കരായ കുട്ടികളാണ് ഇങ്ങനെ ഒരു ആശയവും മുന്നോട്ട് വെച്ചത്. ആ കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും ആദ്യമേ അറിയിക്കുകയാണ്. ശരി കമലേട്ട, നല്ല ആശയമാണ്. അത് ആളുകൾ കൂടുതൽ അങ്ങോട്ടേക്ക് എത്താനുള്ള ഒരു പ്രചോദനം കൂടിയാണല്ലേ? ദിവിഷ്, ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ സഹായിക്കാൻ പല രീതിയിലാണ് ആളുകൾ പണം കണ്ടെത്തുന്നതും പല രീതിയിലാണ് സഹായങ്ങൾ എത്തുന്നതുമൊക്കെ. അങ്ങനെയാണ് ഈ ബീനാച്ചി ഹൈസ്കൂളിലെ സീഡ് ക്ലബ്ബ് വ്യത്യസ്തമായൊരു ചലഞ്ച് സംഘടിപ്പിച്ചത്. മാതൃഭൂമി സീഡ് ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ പൂക്കൃഷിയൊക്കെ നടത്തിയത്. ഏതാണ്ട് 1/2 ഏക്കറോളം സ്ഥലത്താണ് സൂര്യകാന്തിയും ചെണ്ടുമല്ലിയും ഒക്കെ നട്ടിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഈ പൂക്കൃഷി പലയിടത്തും, ഗുണ്ടൽപേട്ടിൽ പോലും റോഡ് സൈഡിലൊക്കെ പൂക്കൃഷി ചെയ്യുന്നത് ഈ പൂ വിറ്റിട്ട് പണം കണ്ടെത്തുന്നതിനേക്കാൾ ആളുകൾ സെൽഫി എടുക്കാൻ വരുമ്പോൾ അവരോട് അതിനൊരു തുക വാങ്ങിച്ചാണ് ഗുണ്ടൽപേട്ടിലടക്കം റോഡ് സൈഡിലൊക്കെ അവിടുത്തെ കർഷകർ പണമുണ്ടാക്കുന്നത്. വയനാട്ടിലും ഈ ദേശീയപാതയോരത്തൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അത്തരത്തിൽ പൂപ്പാടങ്ങൾ ഉണ്ടായിരുന്നു. സുൽത്താൻ ബത്തേരി നഗരസഭ കഴിഞ്ഞ വർഷം ഒരു പൂപ്പാടം ഒരുക്കി ഇത്തരത്തിൽ സെൽഫിക്ക് ചെറിയൊരു തുക വെച്ച് അത്തരത്തിൽ ധനസമ്പാദനം നടത്തിയിരുന്നു. ആ മാതൃക തന്നെയാണ് ഇപ്പോൾ ബീനാച്ചി ഹൈസ്കൂളിലെ കുട്ടികളും സീഡ് ക്ലബ്ബും ഒക്കെ സ്വീകരിച്ചിരിക്കുന്നത്. ചെറിയൊരു തുക സെൽഫി എടുക്കാൻ വരുന്നവർ 20 രൂപ നൽകുക. അങ്ങനെ സമാഹരിക്കുന്ന തുക ഈ ദുരന്തബാധിതർക്ക് നൽകാനാണ് തീരുമാനം. വളരെ നല്ല രീതിയിൽ സീഡ് ക്ലബ്ബ് പ്രവർത്തിക്കുന്ന സ്കൂളാണ് ബീനാച്ചി ഹൈസ്കൂളിലേത്. നമ്മൾ അവരുടെ പല സ്റ്റോറികളും ചെയ്തിട്ടുണ്ട്. അവിടുത്തെ PTA പ്രസിഡന്റ്, വ്യത്യസ്തനായ PTA പ്രസിഡന്റിനെ കുറിച്ചൊക്കെ നമ്മൾ മുൻപ് ഈ നമ്മൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. തത്സമയത്തിലടക്കം ആ വാർത്ത പോവുകയും നമ്മൾ സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും ഇത്തവണ വ്യത്യസ്തമായൊരു രീതിയിൽ നല്ല കാര്യത്തിന് വേണ്ടി വ്യത്യസ്തമായൊരു രീതി അവലംബിച്ചിരിക്കുകയാണ് ബീനാച്ചി ഹൈസ്കൂളും അവിടുത്തെ സീഡ് ക്ലബ്ബും.